എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാണാൻ വളരെ ചെറുതും എന്നാൽ ഒരുപാട് അർത്ഥങ്ങളുമുള്ള മനോഹരമായ ഒരു കവിതയാണ്. കവിതയുടെ പേര് സിലാ ബീൻതി ലഡ്കിയാം. ഇതെഴുതിയിരിക്കുന്നത് ഏകാന്ത് ശ്രീവാസ്തവാണ്. എന്താണ് ഈ സിലാ ബീൻതി ലഡ്കിയാം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ? സില എന്ന് പറഞ്ഞാൽ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ വീണുകിടക്കുന്ന നെൽക്കതിരുകളാണ്. ബീൻതിയിലടുക്കിയാമെന്ന് പറഞ്ഞാലോ, അത് പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികൾ. അപ്പോൾ കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിൽ നിന്ന് നെൽക്കതിരുകൾ പെറുക്കുന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള കവിതയാണിത്. എന്ത് രസമുള്ള വിഷയമാണല്ലേ? അപ്പോ നമുക്ക് കവിതയിലേക്ക് കടക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒരു ഗ്രാമത്തിലെ കൊയ്ത്തു കഴിഞ്ഞ പാടം സങ്കൽപ്പിക്കൂ. ധാൻ കട്ടായി കെ ബാദ് खाली खेतों में वे रंगीन चिड़ियों की तरह उतरती हैं. ധാൻ കട്ടായി കെ ബാദ്, നെല്ല് കൊയ്തതിനു ശേഷം. ഖാലി ഖേത്തോമേം, ഒഴിഞ്ഞുകിടക്കുന്ന ആ പാടങ്ങളിലേക്ക്. വേ രംഗീൻ ചിടിയോം കി തരഹ് ഉതർത്തി ഹേം, അവർ, ആ പെൺകുട്ടികൾ, നിറമുള്ള പക്ഷികളെപ്പോലെ വന്നിറങ്ങുന്നു. എന്തൊരു മനോഹരമായ വർണ്ണനയാണല്ലേ! കവി ആ പാവപ്പെട്ട പെൺകുട്ടികളെ താരതമ്യം ചെയ്യുന്നത് പക്ഷികളോടാണ്. കാരണം അവരുടെ വരവ് ആ ഒഴിഞ്ഞ പാടത്തിന് ഒരു പുതിയ ഉണർവും നിറവും നൽകുന്നു. സിലാ ബീൺനെ ഝുണ്ട് കി ഝുണ്ട് ഔർ ഏക് ഖേത് സേ ദൂസരേ ഖേത് മേം ഉടുത്തി ഫിർത്തി ഹേം. അവർ എന്തിനാണ് വരുന്നത്? സിലാ ബീൺനെ, ആ വീണുകിടക്കുന്ന കതിരുകൾ പെറുക്കാൻ. അവർ ഒറ്റയ്ക്കാണോ വരുന്നത്? അല്ല. ഝുണ്ട് കി ഝുണ്ട്, കൂട്ടം കൂട്ടമായാണ് വരുന്നത്, പക്ഷിക്കൂട്ടങ്ങളെപ്പോലെ. എന്നിട്ടോ, ഏക് ഖേത് സേ ദൂസരേ ഖേത് മേം ഉടുത്തി ഫിർത്തി ഹേം, ഒരു പാടത്തു നിന്നും മറ്റൊന്നിലേക്ക് അവർ പറന്നു നടക്കുന്നു. ഇവിടെ പറന്നു നടക്കുന്നു എന്ന് കവി പറയുന്നത് അവരുടെ സന്തോഷവും വേഗതയും സൂചിപ്പിക്കാനാണ്. അവർക്കതൊരു ജോലിയായിട്ടല്ല തോന്നുന്നത്, മറിച്ചൊരു കഴിയെപ്പോലെയാണ്. ഈ പെൺകുട്ടികൾക്ക് നെല്ലിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. നോക്കൂ. दूबराज हो विष्णुभोग या नागकेसर, वे रंग और खुशबू से उन्हें पहचान लेती हैं. ദൂബരാജ്, വിഷ്ണുഭോഗ്, നാഗകേസർ എന്നൊക്കെ പറയുന്നത് പലതരം നെല്ലിനങ്ങളാണ്. ഈ പെൺകുട്ടികൾക്ക് അവയുടെ നിറവും മണവും കൊണ്ടുതന്നെ ഏത് തരം നെല്ലാണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? അവർക്ക് പ്രകൃതിയുമായും ആ മണ്ണുമായും എത്രത്തോളം ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ആ മണ്ണിന്റെ മക്കളാണ്. ഇനി ആ പാടത്തെ കാഴ്ച കാണേണ്ടത് തന്നെയാണ്. ദോപഹർ ഭർ ഫൈലി രഹ്തി ഹേ, പീലേ ധൂപ് മേം ഉൻകി ഹംസി ഔർ ഗുൻഗുനാഹട്ട്. ദോപഹർ ഭർ, ഉച്ചനേരം മുഴുവൻ. പീലേ ധൂപ് മേം, ആ മഞ്ഞ വെയിലിൽ. ഉൻകി ഹംസി ഔർ ഗുൻഗുനാഹട്ട്, അവരുടെ ചിരിയും മൂളിപ്പാട്ടും ആ പാടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. കുട്ടികളെ, ഓർക്കണം, അവർ അവിടെ വന്നിരിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. പക്ഷെ അവരുടെ മുഖത്ത് സങ്കടമുണ്ടോ? ഇല്ല. അവർ ആ ജോലിയിലും സന്തോഷം കണ്ടെത്തുന്നു. അവർ ഒരുമിച്ച് ചിരിക്കുന്നു, പാട്ടുപാടുന്നു. ആ പാടത്തിന് ജീവൻ വെക്കുന്നത് ഇപ്പോഴാണ്. ഉൻകെ ബാലോമേം ഹസ്തേ രഹത്തെ ഹേ കനേർ കെ ഫൂൽ. അവരുടെ മുടിയിൽ ബാലോമേം, അരളിപ്പൂക്കൾ, കനേർ കെ ഫൂൽ, ഇരുന്ന് ചിരിക്കുന്നു. പൂക്കൾ ചിരിക്കുമോ? ഇല്ല. പക്ഷെ കവി അങ്ങനെ പറയുന്നത് അവരുടെ സൗന്ദര്യവും സന്തോഷവും വർദ്ധിപ്പിക്കാനാണ്. और एक गुलाबी रोशनी उनके चेहरे से फूटकर फैलती रहती है धरती पर. അവരുടെ മുഖത്തിൽ നിന്ന് ഒരു ഗുലാബി റോഷിനി, ഒരു പിങ്ക് നിറത്തിലുള്ള പ്രകാശം പൊട്ടിപ്പുറപ്പെട്ട് ആ ഭൂമിയിൽ മുഴുവൻ പരക്കുന്നു. ഇതെന്ത് പ്രകാശമാണ്? ഇതവരുടെ യൗവനത്തിന്റെ, പ്രതീക്ഷയുടെ, സന്തോഷത്തിന്റെ പ്രകാശമാണ്. അവരുടെ സാന്നിധ്യം ആ ഭൂമിയെപ്പോലും ശോഭയുള്ളതാക്കുന്നു. അങ്ങനെ പാട്ടുപാടിയും ചിരിച്ചും അവർ ദിവസം മുഴുവൻ ജോലി ചെയ്യുകയാണ്. എപ്പോഴാണ് അവർ വീട്ടിലേക്ക് മടങ്ങുന്നത്? ജബ് ഝുക്നേ ലഗ്തേ ഹേ ദിൻ കെ കന്ധേ, ദിവസത്തിന്റെ തോളുകൾ താഴാൻ തുടങ്ങുമ്പോൾ. എന്താണിതിനർത്ഥം? ദിവസം ഒരു മനുഷ്യനാണെങ്കിൽ ഒരുപാട് ജോലി ചെയ്തു കഴിയുമ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും ക്ഷീണിച്ച് തോളുകൾ താഴില്ലേ? അതുപോലെ ദിവസം അവസാനിക്കാറാകുമ്പോൾ, അതായത് സന്ധ്യയാകുമ്പോൾ. എന്ത് മനോഹരമായ പ്രയോഗമാണല്ലേ! അപ്പോൾ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് എത്രത്തോളം നെല്ലാണ് കിട്ടുന്നത്? और उन्हें लगता है कि इतनी बालियों से हो जाएगा तैयार 1 जून के लिए बड़की भर भात. അവർക്ക് തോന്നുകയാണ്, ഇത്രയും നെൽക്കതിരുകൾ കൊണ്ട്, അതായത് ഇത്തിനി ബാലിയോൺ സേ, ഒരു നേരത്തേക്ക്, അതായത് 1 ജൂൺ കെ ലിയെ,
ഒരു ചെറിയ പാത്രം നിറയെ ചോറ് തയ്യാറാക്കാൻ പറ്റുമെന്ന്. അയ്യോ, കഷ്ടം തോന്നുന്നില്ലേ? ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്ക് കിട്ടുന്നത് വെറും ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയാണ്. അവരുടെ ദാരിദ്ര്യത്തിന്റെ ആഴം ഈ ഒരൊറ്റ വരിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും അവർ പരാതി പറയുന്നുണ്ടോ? ഇല്ല. കിട്ടിയതുകൊണ്ട് തൃപ്തരായി അവർ വീട്ടിലേക്ക് മടങ്ങുന്നു. വേ ലൗട്ട് ജാത്തി ഹേ ഘർ. അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അവർ പോയിക്കഴിഞ്ഞാൽ ആ പാടം വീണ്ടും ശൂന്യമാകുമോ? ഇല്ല. അതാണ് കവിതയുടെ ഏറ്റവും മനോഹരമായ ഭാഗം. ശ്രദ്ധിച്ചു കേൾക്കൂ. ജൈസെ ചോഞ്ച് മാർക്കർ ഉഡ് ജാനെ കെ ബാദ് ഭി ബഹുത് ദേർ തക് ഭരാ രഹ്താ ഹെ പാനി മേം ജൽപാങ്കി കാ സംഗീത്. ജൽപാങ്കി എന്നാൽ നീർപക്ഷി. ഒരു നീർപക്ഷി വെള്ളത്തിൽ വന്ന് കൊത്തി പറന്നുപോയാലും കുറെ നേരത്തേക്ക് ആ വെള്ളത്തിൽ അതിന്റെ സാന്നിധ്യത്തിന്റെ ഒരു ഓർമ്മ, ഒരു സംഗീതം തങ്ങി നിൽക്കില്ലേ? ആ ഓളങ്ങൾ പോലെ. ഖാലി ഖേത്തോമേം ബഹുത് ദേർ തക് ഭരാ രഹ്താ ഹെ ഉൻകാ ഹോന. അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ പോയിക്കഴിഞ്ഞാലും ആ ഒഴിഞ്ഞ പാടങ്ങളിൽ ഒരുപാട് നേരത്തേക്ക് ഉൻകാ ഹോന, അതായത് അവരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ ചിരി, അവരുടെ പാട്ട്, അവരുടെ ഓർമ്മകൾ എല്ലാം ആ കാട്ടിലും മണ്ണിലും തങ്ങി നിൽക്കും. അവർ വെറും സാധാരണ പെൺകുട്ടികളല്ല, ആ പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ കുട്ടികളെ, എങ്ങനെയുണ്ടീ കവിത? ദാരിദ്ര്യത്തിനിടയിലും ജീവിതത്തെ ആഘോഷമാക്കുന്ന, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന പെൺകുട്ടികളുടെ കഥ. കവി അവരുടെ കഷ്ടപ്പാടുകൾക്കിടയിലും അവരുടെ സന്തോഷത്തെയും പ്രതീക്ഷയുമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാനായി 8006-606-6633 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.